നമസ്കാരം. ആതിര ഫാമിംഗ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറഞ്ഞ സ്ഥലസൗകര്യത്തിലും ചെറിയ മുതൽ മുടക്കിലും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ആടുവളർത്തൽ. ചുരുങ്ങിയ സമയം കൊണ്ട് ആടുകൾ പെറ്റുപെരുകി എണ്ണം വർദ്ധിപ്പിച്ച് കർഷകന് പോക്കറ്റിൽ കാശ് നിറയ്ക്കുന്നു. നമുക്ക് ചുറ്റിനുമുള്ള എന്തും ആടുകൾക്കുള്ള ആഹാരമാണ്. എങ്കിലും ഏറെ പ്രിയം തോലുകളോട് തന്നെ. ആട്ടിറച്ചിക്കും ആട്ടിൻപാലിനും എന്നും എപ്പോഴും മൂല്യമുണ്ട്. അമ്മയുടെ മുലപ്പാലിനോട് ഏറ്റവും സാമ്യമുള്ള പാലാണ് ആട്ടിൻപാൽ. ആട്ടിറച്ചിയാകട്ടെ രുചിയിലും ഔഷധമൂല്യത്തിലും ഒന്നാമത്. മട്ടൻ ചാപ്സ്, മട്ടൻ സൂപ്പ്, ആട്ടിൻകുടൽ തോരൻ, ഇതൊക്കെയും മലയാളികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട വിഭവങ്ങൾ തന്നെയാണ്. വർഷത്തിൽ ഏത് മാസവും ഏത് ദിവസവും ഏത് സമയവും വിറ്റ് കാശാക്കാം എന്നതാണ് ആടുകളുടെ വലിയൊരു പ്രത്യേകത. ഈ വിശേഷങ്ങളൊക്കെ കൊണ്ട് തന്നെ ആടുകളെ കർഷകർക്ക് എന്നും പ്രിയപ്പെട്ടവരാക്കുന്നു. ദിനംപ്രതി ആടുകളുടെ ആവശ്യക്കാർ ഏറി വരികയാണ്. വളർത്തുവാനും പാലാവശ്യത്തിനും ഇറച്ചിക്കും ആടുകളെ വാങ്ങുവാൻ ആളുകൾ നെട്ടോട്ടമോടുന്ന ഈ കാലത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കൽ കുമ്മിളിലുള്ള ഷംനാദ് എന്ന കർഷകൻ, അതിലുപരി ആട് വ്യാപാരിയുടെ പ്രസക്തി ഏറുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒത്തിരിയേറെ കർഷകരുടെയും ആട് വ്യാപാരികളുടെയും ഒരു പ്രിയ മിത്രത്തെയാണ്, ഷംനാദ്. സ്വർണമൂല്യമുള്ള ആടുകൾ ഷംനാദിന് ജീവനുള്ള സ്വർണം മാത്രമല്ല, ജീവന്റെ ജീവനും അതിലുപരി തന്റെ ജീവിതവുമാണ്. ചേട്ടാ, നമ്മളിപ്പോ എത്ര വർഷമായി ഈ ഒരു മേഖലയിലോട്ട് നമ്മൾ തിരിഞ്ഞിട്ട്? എങ്കിലും ഏകദേശം ഒരു വർഷം പറയുകയാണെങ്കിൽ ഏകദേശം 40 വർഷം ഈ ബിസിനസ് ചെയ്തു. ഞാനിപ്പോ തുടങ്ങിയിട്ട് 17 വർഷം. നമ്മുടെ ഈ വിപണനം എങ്ങനെയാണ് ചേട്ടാ? ഇത് മതിപ്പൂലേക്ക് നമ്മുടെ ഒരു മാർക്കറ്റ് ഏതെല്ലാം ഭാഗത്താണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ആളുകൾ പോവാ? വാങ്ങുന്നത് നമ്മുടെ തൃശ്ശൂര്, വാണിയംകുളം, ചേളാരിച്ചന്ത, മലപ്പുറം, എല്ലാം മാർക്കറ്റിലും പോകും. കട്ടപ്പന. നമ്മുടെ ഒരു വിപണനം ഏതൊക്കെ മാർക്കറ്റ്? മാനൂര്, നാവായിക്കുളമുണ്ട്. പിന്നെ കൂടുതലും വീട്ടിലാണ് നമുക്ക് വിറ്റ് പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ട് എങ്ങനെയാണ്? ഇറച്ചി ആവശ്യത്തിനാണോ കൂടുതൽ? വളത്തിനും പോകുന്നുണ്ട്, ഇറച്ചി ആവശ്യത്തിനും പോകുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഏതൊക്കെ ഇനങ്ങൾ ആടുകളാണ് ഇടുന്നത്? എല്ലാ ജാതിയും വരും. നാടനാട് വരുന്നുണ്ട്, സിരോഹി വരുന്നുണ്ട്, കരോളി ആട് വരുന്നുണ്ട്, ബീറ്റൽ വരുന്നുണ്ട്, റെഡ് ബീറ്റൽ വരുന്നുണ്ട്, ജമുനാപ്പാരി, എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മുടെ ഈ ഹൈബ്രിഡ് ആടുകളൊക്കെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് എവിടെ നിന്നാണ്? ഹൈബ്രിഡ് ആടുകൾ വരുന്നത് തൃശ്ശൂരിലാണ്. വിപണനം കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയാൻ എങ്ങനെയാണ്? ഈ ഹൈബ്രിഡ് ആണോ അതേ നമ്മുടെ നാടൻ ആടുകളാണോ? ഇപ്പോഴ് നാടൻ ആടുകൾ എല്ലാവരും വളർത്ത് കുറവാണ്. അതുമല്ല, ഇപ്പൊ ഈ മാംസം കൂടുതലും ഈ ഹൈബ്രിഡ് ആട്ടിനാണ് കൂടുതൽ, വളർച്ചയും കൂടുതലല്ല. നാടനാടിന് ഒരു പരിധി വരെ അത് വളരും. ഇപ്പൊ നമ്മുടെ ഇപ്പം ചേട്ടന്റെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഇനം ഇത് സിരോഹി. ഇവൻ ഏകദേശം ഇപ്പം എത്ര കിലോ വെയിറ്റ്? 55 കിലോ മീറ്റ്. 55 കിലോ മീറ്റ് ഉണ്ടാവും. ലൈവ് 100 കിലോയ്ക്ക് മേലുണ്ട്. 100 കിലോയ്ക്ക് മുകളിലുണ്ട് ലൈവ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു വീട്ടിലേക്ക് ഒരാളിന് ഒരു വളർത്താൻ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകളായാലും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ തന്നെ ഉണ്ട്. കൂടുതലും രാജസ്ഥാൻ ആണ് ഈ സിരോഹിയുടെ ഉത്പാദനം. ഇപ്പൊ ഈ നമ്മുടെ ഈ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ആളിപ്പോ ഒരു ആടിനെ വാങ്ങിച്ചോണ്ട് പോകും. അപ്പൊ ഈ കർഷകർ സാധാരണ രീതിയിൽ പറയാറുള്ളത് അവർ വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു വില നമുക്ക് അത് വിൽക്കുമ്പോൾ കിട്ടുന്നില്ല എന്നാണ് ഒരു പരാതി. ആടിന് ആഹാരം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കും. ആഹാരം നമ്മൾ കൊടുത്ത് വളർത്തിയാൽ എത്ര മാംസം മീറ്റ് കൂടുന്നവർ പൈസ കൂട്ടിക്കൊണ്ടിരിക്കും. അതെ അതെ. അതുപോലെ ഇപ്പൊ ഈ വാങ്ങിക്കാൻ ഇപ്പൊ ഒരു വീട്ടിൽ ഒരാളുടെ ആടിനെ വാങ്ങിക്കാൻ ചെല്ലുകയാണെങ്കിൽ അവർക്കൊരു പറ്റിപ്പ് ചിലപ്പം സംഭവിക്കും. അങ്ങനെയൊന്നുമില്ല, ഉണ്ടാവും. ഇല്ല, ഒരു വില പറയുന്നതിലോ അല്ലെങ്കിൽ സംഭവിക്കുന്നതിലോ. മാർക്കറ്റിലാകുമ്പോൾ കച്ചവടമില്ല. അതെ, അവർക്ക് മുതലാവുന്ന വരയ്ക്കില്ല അവർ പഠിക്കും, നമുക്ക് മുതലാവുന്ന വരയ്ക്കില്ല നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇടനിലക്കാരുണ്ട്, അവരെ ചെന്ന് വീഴുമ്പോൾ
പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ആടിനെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വിൽപ്പന നടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര പ്രായത്തിലുള്ള ഒരു ആടിനെ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും? ഒരു 2 മാസം 2.5 മാസം കൊണ്ട് പഠിച്ച് വളർത്തണമെങ്കിൽ നമുക്കൊരു 6 മാസം വളർത്തുമ്പോൾ ഒരു 15 രൂപ, ഒരു 2.5 മാസം ഒരു 4000 5000 രൂപ ആവും മന്ത്രി കൊണ്ട്. 6 മാസം വളർത്തുമ്പോൾ ഒരു 15 രൂപ. അത് നമ്മൾ ആഹാരം കൂടെ അത് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ 25,000 30,000 ഇന്നിപ്പോൾ 70,000 80,000 വരെ ആട് വിൽക്കുന്നുണ്ട്. ഈ നമ്മൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു 15,000 രൂപ കിട്ടുന്നത് നമ്മുടെ നാടനാടാണോ? നാടനാട് അത്രയും ക്വാളിറ്റിയിൽ വളരില്ല. വളരുന്നത് സിരോഹി, റെഡ് ബീറ്റല്, ജമുനാപ്പാരി ഇങ്ങനെയുള്ളത് ഇങ്ങനെ വളരും. അപ്പൊ ഇവരുടെയൊക്കെ ഒരു കുട്ടി നമുക്ക് 2 മാസം പ്രായത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ വരും? ഏകദേശം ഒരു 7,000 രൂപ, 6,000 രൂപ, 7,000 രൂപ. നമുക്കൊരു 5 മാസം ഇതിനകത്ത് 5 മാസം ഒരു 8-10 രൂപയ്ക്കാകും. 10 രൂപയ്ക്കകത്താവും. 5 മാസം ആകുമ്പോൾ മീറ്റ് 20 കിലോ കാണും. 18 കിലോയ്ക്ക് മേലെ മീറ്റ് ഉണ്ടാവും. ഇപ്പോൾ ആടുകളുടെ ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ പറയുന്ന പോലെ ഈ ഏതെങ്കിലും ഒരു ഇപ്പോൾ ജനുവരി മുതൽ ഒരു ഡിസംബർ വരെയുള്ള ഒരു സമയം എടുക്കുകയാണെങ്കിൽ ആടുകൾക്ക് മാർക്കറ്റ് കൂടി നിൽക്കുന്ന സമയം ഓണം, 2 പെരുന്നാൾ. ഏറ്റവും കൂടുതൽ പെരുന്നാൾ നമ്മളെ ഉദയ പെരുന്നാളിലാണ് ഏറ്റവും കൂടുതൽ വരാറ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വിലയിൽ ഇറച്ചി മീറ്റ് എത്രയാണ്? മീറ്റ് ഇപ്പോൾ 700 രൂപ. പിന്നെ ഇതിൽ ക്രോസ് ചെയ്ത് നമുക്ക് പോയിട്ടുണ്ടോ എത്രയെങ്കിലും? ഇതിൽ പുറത്തായിട്ട് ഏറ്റവും നമ്മളിപ്പോൾ ചേട്ടൻ്റെ ഒരു 40 വർഷത്തെ ഒരു പരിചയം വെച്ചിട്ട് ഏറ്റവും മീറ്റിന് ഏറ്റവും വില കൂടി നിന്നിട്ടുള്ള ഒരു സമയം? മീറ്റിനായിട്ടൊരു പ്രത്യേക വിലയില്ല. ഇത് മാർക്കറ്റിൽ വില മീറ്റിന് നിശ്ചിത വിലയായിട്ട് വരും. ഇപ്പം നമ്മുടെ പുതുതായിട്ട് ഇപ്പം ഒരാൾ ഈ ഒരു മേഖലയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ അടുത്ത് ചേട്ടന് പറയാനുള്ളത് എന്താണ്? ആളുടെ പറയാൻ ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്തവർ വന്നു കഴിഞ്ഞാൽ അത് പൈസ നമ്മളിത് പഠിച്ച് മീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ പോയി പിന്നെ ബിസിനസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി വളർത്താനായിട്ട് ഒരാടിനെ എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ആടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? അതിന്റെ അകട്, പ്രായം എല്ലാം നോക്കി പഠിക്കാണ്. രാവിലെ ഷംനാദിന്റെ വീട്ടിലെത്തുന്നവർക്ക് കാണാനാവുന്നത് ഈ ഒരു മനോഹര കാഴ്ചയാണ്. യുദ്ധത്തിന് തയ്യാറായി ഇറങ്ങുന്ന പടയാളികളെ പോലെ നിരവധി ആടുകൾ. ആടുകൾക്ക് മുന്നിൽ നല്ലൊരു തേരാളിയായി കരുത്തോടെ വീറോടെ ഷംനാദും. കുട്ടിക്കാലം മുതൽ ആടുകളെ കണ്ടുവളർന്ന ഷംനാദിന്റെ ജീവിതത്തിൽ ആടുകളില്ലാതെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. വർഷത്തിൽ 365 ദിവസവും ഷംനാദിന്റെ വീട്ടിൽ നിന്നും ആടുകളെ ലഭിക്കുന്നു. അതും വാങ്ങുവാനെത്തുന്ന ആളിന്റെ ആവശ്യമനുസരിച്ച്. ഒരാൾക്ക് പോലും മനസ്സിന് ഇഷ്ടപ്പെടാതെ താൻ ഉദ്ദേശിച്ച ആടിനെ കിട്ടിയില്ല എന്ന വിഷമത്തോടെ മടങ്ങേണ്ടി വരുന്നില്ല. കണ്ട കാഴ്ചകൾ മനോഹരം, കാണാത്ത കാഴ്ചകൾ അതിലും മനോഹരം. ഷംനാദിന്റെ ആടുവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. വിവിധ ഇനങ്ങളിലുള്ള ഷംനാദിന്റെ 500ഓളം ആടുകളുടെ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലെത്തുന്നതുവരെ ഗുഡ് ബൈ. ഇന്ത്യക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന കൃഷിയാണ്. ഇന്നത്തെ തലമുറ വളർന്നു വരുന്നതോടൊപ്പം തന്നെ കൃഷിയിൽ നിന്നും മാറിപ്പോകുന്നതായാണ് കാണുവരുന്നത്. അതോടൊപ്പം കൂടി ആ ഒരു വ്യത്യസ്തത നിന്നും മാറ്റിക്കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അഗ്രോ ഫാമിംഗ് കേരള നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അഗ്രോ ഫാമിംഗ് കേരള ഓരോ വീഡിയോയിലൂടെയും പുതിയ കർഷകരെയും അവരുടെ കൃഷിരീതികളും നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കൃഷിരീതികൾ മറ്റുള്ളവരിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അഗ്രോ ഫാമിംഗ് കേരള നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂടി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സൈനിങ് ഓഫ്.